ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? മഴ ഇന്ന് പെയ്തോ? ഇന്നലെയൊക്കെ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഞാനിന്നൊരു ചക്കക്കുരു കൊണ്ട് ഒരു അവലേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് 57 ചക്കക്കുരു ഉണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തെടുത്ത് ഒരു വിസിൽ കേട്ട് വേവിച്ചെടുത്ത് ഉപ്പിട്ടിട്ട് വേവിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുമന്നത് കളയാതെ കരിന്തൊലി മാത്രം കളഞ്ഞെടുത്ത് കീറി ചക്കക്കുരു പൊടിച്ചെടുത്ത്, തേങ്ങ എനിക്ക് തിരുകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ തല്ലി പൊട്ടിച്ചെടുത്ത് അരിഞ്ഞെടുത്ത് പൊടിച്ച് ഒരു മുറി തേങ്ങയും കൂടെ എടുത്ത് പൊടിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒരു കൈ ചുമന്നുള്ളിയും ഏലക്കായും ജീരകവും ചതച്ചിട്ട് ഞെവിടി നല്ല മുരുമുരാന്ന് ആവുന്നത് വരെ വറുത്ത് അത് ഞെവിടി കുറച്ച് നേരം വെച്ചിരുന്ന് ഈ തേങ്ങയുടെ ഇതൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വറുത്തെടുത്ത് നല്ല കിടലൻ അവലോസ് മാവ്. എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല രുചിയാണ്. ഒരു ചെറിയ കപ്പിനകത്ത് വറുത്ത അരിപ്പൊടിയും കൂടെ ഞാൻ ചേർത്തായിരുന്നു, അത് പറഞ്ഞില്ല. ചക്കക്കുരു മാത്രമല്ല, ഒരു കൊച്ചു കപ്പിനകത്ത് വറുത്ത അരിപ്പൊടി ചേർത്ത് ഞെവിടി ഉപ്പ് ഒഴിച്ച് ഇളക്കി. പിന്നെ വറുത്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര വേണമെന്നവർക്ക് ഇടാം, അതിന് ചെറിയ മധുരമുണ്ട്. പഞ്ചസാര വേണമെന്നവർക്ക് ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇടണ്ട. നല്ല അരി മാത്രം ഉണ്ടാക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതിലും നല്ലതിൽ ചക്കക്കുരുവൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അതെന്തുവാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല, അത്ര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെന്തൊക്കെയാണ്? മഴയൊക്കെ ഉണ്ടോ? സ്കൂൾ തുറക്കാനും ഞായല്ലോ, എല്ലാമൊക്കെ ആയോ? എല്ലാവരും കാണണേ, എല്ലാവരും കേൾക്കണേ, എല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണേ. നല്ല രസമാണ്, നല്ല രുചിയാണ്. ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇച്ചിരി സമയം എടുക്കും. ചക്കക്കുരു കഴുകി അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് ഇച്ചിരി സമയം എടുക്കും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ചുരണ്ടി എടുത്ത് പുഴുങ്ങി അതിൻ്റെ ചുമപ്പ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ചുരണ്ടാതെ അടുപ്പിൽ വെച്ച് പുഴുങ്ങുന്നത്. പുഴുങ്ങിയെടുത്താൽ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു വരത്തില്ല, കുഴഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ വറക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഒരു വിസിൽ, രണ്ടാമത്തെ വിസിൽ പുറത്ത് പോകുന്നതിന് മുമ്പ് ഓഫാക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്താൽ നല്ല രുചിയായിട്ടുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഷെയർ ചെയ്യണം. എല്ലാവരും കാണണം കേട്ടോ.